ഹലോ എവരിവൺ. നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന ടോപ്പിക്കാണ്. ആദ്യത്തെ 3 പ്രിൻസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. നമ്മൾ 4ാമത്തെ പ്രിൻസിപ്പിളിലേക്ക് കിടക്കുകയാണ്. 4ാമത്തെ പ്രിൻസിപ്പിൾ ഫോർ പീപ്പിൾ റെസ്പോണ്ട് ടു ഇൻസെൻറ്റീവ്സ്. വാട്ട് ഈസ് ഇൻസെൻറ്റീവ്? എൻ ഇൻസെൻറ്റീവ് ഈസ് സംതിങ് ദാറ്റ് ഇൻഡ്യൂസ് എ പേഴ്സൺ ടു ആക്ട്. ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ നയിക്കുന്നത് എന്താണോ അതിനാണ് എന്ത് പറയുക, ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. such as prospect of punishment or reward. Okay, because rational people make decision by comparing cost and benefit, they respond to incentive. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ആളുകൾ ഒരു ഡിസിഷൻ എടുക്കുന്നത് ബൈ കമ്പയറിങ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്. കോസ്റ്റും ബെനിഫിറ്റും ചിലവും അതിൻ്റെ ബെനിഫിറ്റും കമ്പയർ ചെയ്തുകൊണ്ടാണ്. ദേ റെസ്പോണ്ട് ടു ഇൻസെൻറ്റീവ്. ഇൻസെൻറ്റീവിനനുസരിച്ച് ആളുകൾ റെസ്പോണ്ട് ചെയ്യും. യു വിൽ സീ ദാറ്റ് ഇൻസെൻറ്റീവ് പ്ലേ സെൻട്രൽ റോൾ ഇൻ ദ സ്റ്റഡി ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൽ ഒരു പ്രധാന റോൾ ഇൻസെൻറ്റീവിന്. One economics went so far as to suggest that entire field could be summarized simply people respond to incentives, the rest is commentary. People എന്ത് ചെയ്യും, ഇൻസെൻറ്റീവിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും, ബാക്കിയുള്ളത് എന്താണ്, കമൻട്രിയാണ്. ഇൻസെൻറ്റീവ് ആർ കീ ടു അനലൈസിങ് ഹൗ മാർക്കറ്റ് വർക്ക്. ഇൻസെൻറ്റീവ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് മാർക്കറ്റ് വർക്ക്. ഫോർ എക്സാമ്പിൾ, വെൻ ദ പ്രൈസ് ഓഫ് ആപ്പിൾ റൈസസ് പീപ്പിൾ ഡിസൈഡ് ടു ഈറ്റ് ഫ്യൂവർ ആപ്പിൾ. ആപ്പിളിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആളുകൾ ഡിസൈഡ് ചെയ്യും കുറച്ച് ആപ്പിൾ കഴിച്ചാൽ മതി. പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുമെന്നുള്ള വാദം നമുക്ക് മുന്നോട്ട് വെച്ചുകൂടും. അറ്റ് ദ സെയിം ടൈം ആപ്പിൾ ഓർച്ചാർഡ് ഡിസൈഡ് ടു ഹയർ മോർ വർക്കേഴ്സ് ആൻഡ് ഹാർവസ്റ്റ് മോർ ആപ്പിൾ. ആപ്പിളിൻ്റെ കർഷകരുണ്ട്, അവരുടെ കൃഷി ചെയ്യുന്ന ആളുകൾ അവരെന്ത് ചെയ്യും, മോർ വർക്കേഴ്സിനെ ഹയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, കൂടുതൽ ആപ്പിൾ എന്ത് ചെയ്യും, ഹാർവസ്റ്റ് ചെയ്യും. ഇൻ അതർ വേർഡ്സ്, എ ഹയർ പ്രൈസ് ഇൻ എ മാർക്കറ്റ് പ്രൊവൈഡ്സ് എൻ ഇൻസെൻറ്റീവ് ഫോർ ബയേഴ്സ് ടു കൺസ്യൂം ലെസ്. മാർക്കറ്റിൽ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ബയേഴ്സ് എന്ത് ചെയ്യും, വാങ്ങുന്നത് കുറയും. ഓക്കെ, അതാണ് അവരുടെ ഇൻസെൻറ്റീവ്. ആൻഡ് ആൻ ഇൻസെൻറ്റീവ് ഫോർ സെല്ലേഴ്സ് ടു പ്രൊഡ്യൂസ് മോർ. അതെന്ത് ചെയ്യും, പ്രൊഡ്യൂസേഴ്സിന് വിൽക്കുന്നത് എന്ത് ചെയ്യും, അത് സെല്ല് ചെയ്യുന്നത് കൂടുകയും ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ബയേഴ്സ് എന്ത് ചെയ്യും, ലെസ്സാണ് കൺസ്യൂം ചെയ്യുക. അതുപോലെ തന്നെ സെല്ലേഴ്സ് എന്ത് ചെയ്യും, കൂടുതലായിട്ട് വിൽക്കുകയും ചെയ്യും. വില കൂടുമ്പോൾ എന്തെങ്കിലും കൂടുതൽ വിൽക്കാൻ അവർ തയ്യാറാവും. അത് രണ്ടും എന്താണ്, ഓരോരുത്തരുടെ ഇൻസെൻറ്റീവാണ്. As we will see, the influence of price on the behavior of consumers and producers is crucial to how a market economy allocates scarce resources. നമ്മൾ പ്രൈസിൻ്റെ ഇൻഫ്ലുവൻസ് കൺസ്യൂമേഴ്സിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെയും ബിഹേവിയറിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റമാണ്. ഇതെന്ന് പറയുന്നത് മാർക്കറ്റ് എക്കോണമി എങ്ങനെയാണ് സ്കേഴ്സ് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. സ്കേഴ്സ് റിസോഴ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നത്, അത് പ്രൈസിൻ്റെ ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ബയേഴ്സ് കുറച്ചേ കൺസ്യൂം ചെയ്യുള്ളൂ, കൂടുതലായിട്ട് സെല്ലേഴ്സ് വിൽക്കാൻ തയ്യാറാവും. ഓക്കെ, വെൻ അനലൈസിങ് എനി പോളിസി വി മസ്റ്റ് കൺസിഡർ നോട്ട് ഓൺലി ദ ഡയറക്റ്റ് എഫക്ട് ബട്ട് ആൾസോ ദ ലെസ് ഒബീവിയസ് ഇൻഡയറക്റ്റ് എഫക്ട് ദാറ്റ് വർക്ക് ത്രൂ ഇൻസെൻറ്റീവ്. ഏതൊരു പോളിസിക്കും അതിന് ഡയറക്റ്റ് എഫക്റ്റ് മാത്രമല്ല, ഒരു ഇൻഡയറക്റ്റ് എഫക്ട് ദാറ്റ് വർക്ക് ത്രൂ ഇൻസെൻറ്റീവിലൂടെയാണ്. ഇഫ് ദ പോളിസി ചേഞ്ച് ഇൻ ഇൻസെൻറ്റീവ് ഇറ്റ് വിൽ കോസ് പീപ്പിൾ ടു അൾട്ടർ ദെയർ ബിഹേവിയർ. ഈ ഇൻസെൻറ്റീവിൻ്റെ പോളിസി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ആളുകളുടെ ബിഹേവിയറിലുള്ള മാറ്റത്തിന് കാരണമാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇൻസെൻറ്റീവിന് അടിസ്ഥാനത്തിലാണ് അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അതൊരു സഹായകരമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ അവർ കൺസ്യൂം ചെയ്യുന്നത് കുറയും. ദാറ്റ് ഈസ് എ ഇൻസെൻറ്റീവ് ഫോർ ബയേഴ്സ് ടു കൺസ്യൂം ലെസ് എന്നാണ്. എന്നാൽ സെല്ലേഴ്സ് എന്തെങ്കിലും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ശ്രമിക്കുക, അത് അവർക്കുള്ള ഒരു ഇൻസെൻറ്റീവാണ്. ഓക്കെ, അപ്പം ഇതാണ് പീപ്പിൾ റെസ്പോണ്ട് ടു ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. ആളുകൾ എന്ത് ചെയ്യും, ഇൻസെൻറ്റീവിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുമെന്നുള്ളത്. ഓക്കെ, ഇതിൽ നിന്ന് 4ാമത്തെ പ്രിൻസിപ്പിൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.